കണ്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ചിട്ടാണോ അവിടുത്തെ ജാറത്തെ സംബന്ധിച്ച് കള്ളജാറം എന്ന് പറഞ്ഞത്? ഞാൻ നാദാപുരത്ത് ക്ലിപ്പിട്ട് കേൾപ്പിച്ചപ്പോ മൗലവിക്ക് നിൽക്ക കള്ളിയില്ല. അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയി ഞാൻ പ്രസംഗിച്ചു, നിൽക്ക കള്ളിയില്ല. അപ്പൊ അയാൾ എന്താ പറഞ്ഞത്? കള്ളജാറോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ജാറത്തിന്റെ ഫോട്ടോത്തിനെ പറ്റിയാ പറഞ്ഞത്. ഫോട്ടം കള്ള ഫോട്ടോ എന്നാ പറഞ്ഞത്. ഫോട്ടോത്തിനെ പറ്റിയാ പറഞ്ഞത്. അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ എന്ന് തന്നെയാ പറഞ്ഞത്. പക്ഷെ എന്ത് ചെയ്തു? നാദാപുരത്ത് ഞാൻ വെച്ച ക്ലിപ്പ് അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞ വാചകം കട്ടിട്ട് അദ്ദേഹം ജനങ്ങളെ കേൾപ്പിച്ചു. നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. എന്റെ സീഡിയും പരിശോധിക്കുക, അയാളും പരിശോധിക്കേ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞ ഭാഗം കട്ടിട്ടാണ് അദ്ദേഹം നാദാപുരത്ത് കേൾപ്പിച്ചത്. അതൊന്ന് വെച്ചു കൊടുത്താ മോനെ. രണ്ടും കൂടി ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതും പറഞ്ഞതും രണ്ടും കൂടി ഒന്ന് വെച്ചു കൊടുത്താ. രണ്ടാഴ്ച കൊണ്ട് ഞാൻ മദ്യം പോയപ്പോൾ കണ്ടു. എന്താ കണ്ടത്? അവിടെ എഴുതിച്ചിരിക്കും ഖബറിന്റെ ഇവരുടെ കള്ള ജാറ തന്നെ ഓർമ്മ എന്താ വലിയൊരു ജാറം, വലിയൊരു ജാറത്തിന്റെ പച്ച പച്ചം ആ രൂപത്തിലുള്ള കുറെ ആചാരങ്ങൾ അത് ഫോട്ടോ വെച്ചിട്ട് വീട്ടിൽ ബർക്കത്തിന് വേണ്ടി തൂക്കുന്ന ഒരു ഇടപാട് നടത്തുന്നുണ്ട്. അത് കള്ള ജാറമാണ് സുഹൃത്തുക്കളെ. ഞാൻ അല്ലാഹുവിന്റെ റസൂല് കിടക്കുന്ന ഖബറിനെ പറ്റി കള്ളജാറം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ. മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ. എങ്ങനെയുണ്ട്? നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ പറഞ്ഞതാണ് കളവ്. നിങ്ങൾ പോയിട്ട് CD പരിശോധിക്കാനല്ലേ പറഞ്ഞത്? നമുക്ക് എവിടേക്കൊന്നും പോണ്ട. ഇപ്പോൾ ഇയാൾ ഇട്ട ക്ലിപ്പ് തന്നെ ഒന്ന് ചികഞ്ഞ് പരിശോധിച്ചാ മതി. ബുദ്ധി മുസ്ലിയാന്മാർക്ക് പണയം വെച്ചിട്ടില്ലാത്തവർ ഒന്ന് കേട്ടോളൂ. രണ്ടാമതും അദ്ദേഹം ഇട്ട അതേ ക്ലിപ്പ് ഒന്ന് പരിശോധിച്ച് നോക്കുക. അതിലെന്താ ഹുസൈൻ സലഫി പറഞ്ഞത്? കള്ളജാറോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ജാറത്തിന്റെ ഫോട്ടോത്തിനെ പറ്റിയാ പറഞ്ഞത്. ഫോട്ടം കള്ള ഫോട്ടോ എന്നാ പറഞ്ഞത്. ഫോട്ടോത്തിനെ പറ്റിയാ പറഞ്ഞത്. അപ്പൊ അയാൾ എന്താ പറഞ്ഞത്? കള്ളജാറോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ജാറത്തിന്റെ ഫോട്ടോത്തിനെ പറ്റിയാ പറഞ്ഞത്. ഫോട്ടം കള്ള ഫോട്ടോ എന്നാ പറഞ്ഞത്. ഫോട്ടോത്തിനെ പറ്റിയാ പറഞ്ഞത്. ഫോട്ടോത്തിനെ പറ്റിയാ പറഞ്ഞത്. ഫോട്ടോത്തിനെ പറ്റിയാ പറഞ്ഞത്. അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ എന്ന് തന്നെയാ പറഞ്ഞത്. പക്ഷെ എന്ത് ചെയ്തു? നാദാപുരത്ത് ഞാൻ വെച്ച ക്ലിപ്പ് അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞ വാചകം കട്ടിട്ട് അദ്ദേഹം ജനങ്ങളെ കേൾപ്പിച്ചു. നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. എന്റെ സീഡിയും പരിശോധിക്കുക, അയാളും പരിശോധിക്കേ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞ ഭാഗം കട്ടിട്ടാണ് അദ്ദേഹം നാദാപുരത്ത് കേൾപ്പിച്ചത്. അതൊന്ന് വെച്ചു കൊടുത്താ മോനെ. രണ്ടും കൂടി ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതും പറഞ്ഞതും രണ്ടും കൂടി ഒന്ന് വെച്ചു കൊടുത്താ. രണ്ടാഴ്ച കൊണ്ട് ഞാൻ മദ്യം പോയപ്പോൾ കണ്ടു. എന്താ കണ്ടത്? അവിടെ എഴുതിച്ചിരിക്കും ഖബറിന്റെ ഇവരുടെ കള്ള ജാറ തന്നെ ഓർമ്മ 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 എന്താ വലിയൊരു ജാറം, വലിയൊരു ജാറത്തിന്റെ പച്ച പച്ചം ആ രൂപത്തിലുള്ള കുറെ ആചാരങ്ങൾ അത് ഫോട്ടോ വെച്ചിട്ട് വീട്ടിൽ ബർക്കത്തിന് വേണ്ടി തൂക്കുന്ന ഒരു ഇടപാട് നടത്തുന്നുണ്ട്. അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ. അത് ഫോട്ടോ വീട്ടിൽ ബർക്കത്തിന് വേണ്ടി തൂക്കുന്ന ഒരു ഇടപാട് നടത്തുന്നുണ്ട്. അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ. ഫോട്ടോ വെച്ചിട്ട് വീട്ടിൽ ബർക്കത്തിന് വേണ്ടി തൂക്കുന്ന ഒരു ഇടപാട് നടത്തുന്നുണ്ട്. അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ. കണ്ടോ? ഇവരുടെ ഒരു കള്ള ജാറത്തിന്റെ ഫോട്ടോ കൊണ്ട് നടക്കണേ. അദ്ദേഹത്തെ ക്ലിപ്പ് തന്നെയാണ്. ഇവരുടെ ഒരു കള്ള ജാറത്തിന്റെ ഫോട്ടോ കൊണ്ട് നടക്കണേ. ഈ ഫോട്ടോ വിറ്റിട്ട് അത് വീട്ടിൽ തൂക്കുന്ന ഒരു ഇടപാടുണ്ട്. അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഇവര് വിൽക്കുന്ന ഫോട്ടോ, ഇവർ കൊണ്ടു നടക്കുന്ന ഫോട്ടോ, ഇവർ ബർക്കത്തിന് വേണ്ടി തൂക്കുന്ന ഫോട്ടോ, റസൂലുള്ളാഹിന്റെ ഖബറെന്നും പറഞ്ഞിട്ട് ഇവർ തൂക്കുന്ന ഫോട്ടോ അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ എന്നാണ് സലഫി പറഞ്ഞത്. പക്ഷെ ആ ലാസ്റ്റ് ഭാഗം മാത്രം ഇട്ടു. അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ എന്ന് മാത്രം ഇട്ടിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ. ഇത്തരം തട്ടിപ്പുകള് ഞങ്ങളുടെ മുമ്പിൽ വിലപ്പോവുകയില്ല. ഇതൊക്കെ നിങ്ങളെ യാഖൗമിന്റെ അടുത്ത് പറ്റും, അയ്യുഹന്നാസിന്റെ അടുത്ത് പറ്റും, ഞങ്ങളുടെ അടുത്ത് പറ്റൂല. ഇത് നാദാപുരത്ത് വെച്ച് വ്യക്തമായി ഹുസൈൻ സലഫി പറഞ്ഞിട്ടും അത് പൊളിഞ്ഞുവെന്ന് ബോധ്യമായപ്പോ കടവത്തൂരിൽ വന്നിട്ട് വീണ്ടും പുലമ്പിയത് അത് തന്നെയാണ്. ഹുസൈൻ സലഫി അവിടെ ചോദിച്ച ഒരു ചോദ്യം കൂടി, വെല്ലുവിളിയുടെ സ്വരത്തിൽ ചോദിച്ച ചോദ്യം കൂടി നിങ്ങൾ കേട്ടോളൂ. ഇവരുണ്ടാക്കിയ ഖബറുകളെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇവരുണ്ടാക്കിയ ഖബറുകളെ തന്നെ വ്യത്യസ്തങ്ങളായ നിലയ്ക്ക് ഇവർ ഖബറുകളെ ഇന്ന് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നു. കാണാ കാഴ്ചകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ അവരൊരു ഖബർ പരിചയപ്പെടുത്തുന്നുണ്ട്.
അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും അവരിത് തൂക്കിയിടുന്നുമുണ്ട്. അതാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണാ കാഴ്ചകൾ എന്ന് പറയുന്ന ഒരു പുസ്തകം ഇവരിറക്കിയിട്ടുണ്ട്. അതിൽ കാണുന്ന ജാറമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കണ്ടോ, ശ്രദ്ധിച്ചു നോക്കിക്കൊള്ളണം. ഇവർക്ക് എത്ര ജാറത്തിന്റെ ഫോട്ടോ ഇവരെ കയ്യിൽ നിങ്ങൾ മനസ്സിലാക്കോ. ഈ ജാറം വ്യാജമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റൂമിൽ കടന്നിട്ട് എടുത്ത ഫോട്ടോയല്ല ഇത്. ഇവർ വരച്ചുണ്ടാക്കി കമ്പ്യൂട്ടറിൽ ടിപ്പണി നടത്തിയതാണ്. കൈക്രിയ നടത്തിക്കൊണ്ട് ഇവരുണ്ടാക്കിയ ഒരു ജാറമാണിത്. നോക്കണം, ഇങ്ങനൊരു ജാറല്ല, ഇതാണ് അവരുണ്ടാക്കിയത്. ഇനിയോ വേറൊരു ജാറം ഇവർ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതേ ജാറം തന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ കുറെ തട്ടിപ്പുകൾ അതിൽ നിങ്ങൾക്ക് കാണാൻ. നോക്കൂ, ശ്രദ്ധിച്ചു നോക്കണം നിങ്ങൾ. ആദ്യം കാണിച്ചതുപോലെയാണോ ഇപ്പൊ കാണിച്ചത്? ആദ്യം കാണിച്ചതിന്മേൽ ആ പലകയിന്മേൽ ഒരു ചതുരത്തിലുള്ള ഒരു ബോർഡിന്മേൽ പേരുണ്ടായിരുന്നു. കണ്ടോ, പേരില്ലപ്പോ. ഇപ്പൊ പേരില്ല. നേരത്തെ നിങ്ങൾ നോക്കൂ, അതാ അതിൽ പേരുണ്ട്. ഇതെങ്ങനെ വന്നു? ഒരിടത്ത് പേരുണ്ട്, ഒരിടത്ത് പേരില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ ജാറത്തിന്റെ ഒരു വശത്തുള്ള ചുമരിൽ തൂക്കിയിട്ടിട്ടുള്ള ആ കർട്ടൻ നിങ്ങൾ കണ്ടില്ലേ, കാർപ്പറ്റ് കണ്ടില്ലേ? അതിന്റെ ഡിസൈൻ നോക്കി വെച്ചോളൂ. ഈ ഡിസൈനാണോ മറ്റേ ജാറത്തിനുള്ളത്? മറ്റേ ജാറത്തിന്റെ അപ്പുറത്ത് കാണുന്ന ഡിസൈൻ അതാണോ? ഇക്കാണുന്ന ഡിസൈനാണോ ഇവര് കാണാ കാഴ്ചകളിൽ കൊടുത്ത ഖബറിനുള്ളത്? അപ്പൊ ഇത് ഇവർ ഉണ്ടാക്കി തീർത്തതാണ്. ഇവരുണ്ടാക്കിയ ഒരു ഖബറാണിത്. ഇത് ജൂതന്മാര് സൃഷ്ടിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു ഖബറിന്റെ ചിത്രമാണ്, ജാറത്തിന്റെ ചിത്രമാണ്. ഇത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഞങ്ങളുടെ മുത്ത് നേതാവിന്റെ ഖബറല്ല കേട്ടോ. അതിനെ സംബന്ധിച്ചാ നമ്മൾ പറഞ്ഞത്. നിങ്ങൾ കള്ളജാറത്തിന്റെ ഫോട്ടോ കൊണ്ട് നടക്കുന്നുണ്ടെന്ന്. ഇനിയും തീർന്നോ? ഇവരെത്രയാണ് കള്ളത്തരങ്ങൾ കാണിക്കാറുള്ളത്? ഇനി അതാ ഇവരുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വേറൊരു ജാറം കാണാൻ സാധിക്കും. നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിക്കോളൂ. അതാ വെബ്സൈറ്റിൽ ഒരു ഖുറാഫികളുടെ കുബൂരികളുടെ, കേരളത്തിലെ കുബൂരികൾ നടത്തുന്ന വെബ്സൈറ്റിൽ അതാ ഇന്റർനെറ്റിൽ നിന്നെടുത്ത ഫോട്ടോയാണ്. ആ ഫോട്ടോയിൽ കാണുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ എന്ന പേരിൽ ഒരു ഖബർ. ശ്രദ്ധിച്ചു കണ്ടോളൂ നിങ്ങൾ. ഇതേതാ? ഇതാദ്യം കാണിച്ചതാണോ? ഇത് വേറെയാ. നോക്കൂ വ്യത്യാസം. ഒരു കുന്തം നാട്ടി വെച്ച് അതിന്മേൽ ഇങ്ങനെ തലപ്പാവൊക്കെ ചുറ്റി വേറൊരു കോലത്തില്. ഇത് തന്നെ കമ്പ്യൂട്ടറിൽ കൈക്രിയ നടത്തിയിട്ട് പെയിന്റ് ഒന്ന് മാറ്റിയതാണ്. ഇതാരുടെ ഖബറാൻ നിങ്ങൾക്കറിയാമോ? സൈറ്റിൽ പോയി പരിശോധിച്ചാൽ കാണാം. ജമാലുദ്ദീൻ റൂമി എന്ന സൂഫിയുടെ ഖബറാണ്. ജമാലുദ്ദീൻ റൂമി എന്ന് പറയുന്ന സൂഫി, ആ സൂഫിയുടെ ഖബറാണ്. കണ്ടില്ലേ അതിന്റെ ഒറിജിനൽ രൂപം? ഇതിൽ കമ്പ്യൂട്ടറിൽ ഒന്ന് കളർ ചേഞ്ച് കൊടുത്ത് കൈക്രിയ നടത്തിയിട്ട് വേറൊരു മോഡലിലാക്കിയിട്ട് അതാ അവർ വെബ്സൈറ്റിൽ പ്രചരിപ്പിക്കുന്നു. ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ ഇതാണെന്ന്. നിങ്ങൾക്ക് എത്ര നാവാണ് കൂട്ടരേ! ആദ്യം കാണിച്ചതാണോ ജാറം? ഇപ്പൊ കാണിച്ചതാണോ ജാറം? മുമ്പ് കാണിച്ചതാണോ ജാറം? ഏതാ നിങ്ങളുടെ ജാറം? നിങ്ങൾക്ക് തന്നെ ഒരു യോജിപ്പില്ലല്ലോ. നിങ്ങളുടെ കാണാ കാഴ്ചകളിലല്ലേ ആദ്യം കൊടുത്തത്? നിങ്ങളുടെ വെബ്സൈറ്റിലല്ലേ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? നിങ്ങളുടെ വെബ്സൈറ്റിലല്ലേ നെറ്റിൽ നിന്നെടുത്ത ഫോട്ടോയാണ്. അതിലല്ലേ നിങ്ങൾ കമ്പ്യൂട്ടറിൽ കൈക്രിയ നടത്തിക്കൊണ്ട് നിങ്ങൾ ആ ഫോട്ടോയിൽ അതാ പ്രത്യേകമായ രൂപത്തിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് കണ്ടില്ലേ? ഇതാ കാണാ കാഴ്ചകൾ എന്ന് പറയുന്ന പുസ്തകമാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ ഞാൻ പറയേണ്ടതില്ലല്ലോ. എല്ലാം ഹുസൈൻ സലഫി ഭംഗിയായി നാദാപുരത്ത് വെല്ലുവിളിയുടെ സ്വരത്തിൽ പറഞ്ഞു.